കൊച്ചുനാളിൽ ഈ മുത്തശ്ശിമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഹൊറർ സ്റ്റോറീസ് ഒരുപാട് പേർക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഈ കഥകളായിട്ടും ഈ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന പിള്ളേർ മുത്തശ്ശിമാരോട് ഇങ്ങനെ പറഞ്ഞതാ മുത്തശ്ശി എന്നൊക്കെ പറയുമ്പം നമ്മളിങ്ങനെ കേട്ടിരിക്കുന്ന പോലെ കുറേ നാടോടി കഥകളും യക്ഷിക്കഥകളും അതുവഴി ഇങ്ങനെ രാത്രി പോയപ്പോൾ വഴിയിൽ നിന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ പിള്ളേരെയൊക്കെ പേടിപ്പിച്ചുറക്കാൻ വേണ്ടി പണ്ട് മുത്തശ്ശിമാർ പറയുന്ന പോലത്തെ ഒരു കൂട്ടം ഹൊറർ സ്റ്റോറീസ് അടങ്ങുന്ന ഒരു ബുക്ക് ഞാൻ വായിച്ചു. കുമരൻ, എസ്.കെ. ഹരിനാഥിൻ്റെ തന്നെ കർത്തച്ചൻ, ദോദർ ഓഫ് കർത്തച്ചൻ എഴുതിയ, അല്ലെങ്കിൽ എസ്.കെ. ഹരിനാഥിൻ്റെ പുതിയൊരു ഇത് നോവലല്ല, ഇതൊരു കൂട്ടം ഹൊറർ സ്റ്റോറീസ് അടങ്ങുന്ന ഒരു കഥാസമാഹാരമാണ് കുമരൻ. കുമരനെ പറ്റി പറയുകയാണെങ്കിൽ കുമരൻ എന്ന് പറയുന്ന ഒരു കഥ ഇതിനകത്തുള്ളതാണ്. ബാക്കിയെല്ലാം എങ്ങനെ പോലും ഒരു 5-6 ഹൊറർ സ്റ്റോറീസ് എല്ലാം കൂടെ കൂട്ടി വെച്ച ഒരു ബുക്കിൻ്റെ സമാഹാരമായിട്ടാണ് എനിക്കത്. വളരെ ത്രില്ലിംഗ് ആണ്. ഓരോ കഥകളിലോട്ട് നമ്മൾ കയറി കഴിയുമ്പോൾ പലരും നമ്മളോട് പല അനുഭവങ്ങൾ പങ്കുവെച്ച പോലെ നമുക്ക് തോന്നും. പല ആൾക്കാർ നമ്മളോട് അവരുടെ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ നടന്നു കേട്ടോ, ഇങ്ങനെ ഞാൻ അവിടെ പോയപ്പം ഇന്ന സംഭവം നടന്നു എന്നൊക്കെ നമ്മളോട് പറയുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ബുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഒരാൾ പറയുന്ന രീതിയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി കാണും. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോകുന്ന, പിടിച്ചിരുന്ന് തന്നെ നമ്മളെ പിടിച്ചിരുത്തി വായിപ്പിക്കും എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ലളിതമായി തന്നെ വായിച്ച് തീർക്കുകയും ചെയ്യാം. എങ്ങനെ പോയാലും ഇതിനകത്തൊരു 96 പേജേ ഉള്ളൂ ഈ പുസ്തകം. 96 പേജുള്ള ഒരു പുസ്തകമാണിത്. വളരെ എളുപ്പത്തിൽ വായിച്ചു തീർക്കാം. കർത്തച്ചനൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തീരുന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ വായിച്ചു, എന്നേ വായിച്ചു തീർന്നതാണ്. ഇപ്പോഴാണ് റിവ്യൂ ഇടാൻ ഒരു സമയം കിട്ടിയത്. വേറെ പരകായം എന്ന് പറഞ്ഞിട്ട് നോവലും ഞാൻ വായിച്ചു തീർത്തു. അതിനെപ്പറ്റി പറയണമെന്നുണ്ട്, പക്ഷെ മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ കവർ പേജ് തയ്യാറാക്കിയിരിക്കുന്നത് ഡിജോ രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഇതിൻ്റെ കവർ പേജ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കുട്ടി ഇങ്ങനെ ബാൽക്കണിയിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു രീതിയിൽ എൻ്റെ കവർ പേജ് വളരെ മനോഹരമായിട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പബ്ലിക്കേഷൻ ബുക്കേറി എന്ന് പറയുന്ന പബ്ലിക്കേഷൻസ് ആണ് ഇത് ചെയ്തത്. 200 രൂപയാണ് ഈ പുസ്തകത്തിന്. എസ്.കെ. ഹരിനാഥിൻ്റെ കർത്തച്ചൻ ഗ്രീൻ ബുക്സ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇതിപ്പം ബുക്കേറിയുടെയാണ്. ബെസ്റ്റ് സെല്ലറിൻ്റെ ബുക്കും കൂടിയാണ്. ബെസ്റ്റ് സെല്ലർ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല പുസ്തകങ്ങളാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ തോന്നി. പക്ഷെ കർത്തച്ചൻ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആവറേജ് ഇടത്തരം എന്ന് നമുക്ക് പറയാമെങ്കിൽ, ഇതെന്ന് പറഞ്ഞാൽ കർത്തച്ചൻ വെച്ച് നോക്കുമ്പോൾ അത്ര ത്രില്ലടിക്കത്തില്ല. പക്ഷേ ഇത് ചെറിയ ചെറിയ കഥകളാണ്, ഒരു നോവലല്ല. ഇതിന് പിന്നെ നമുക്ക് ഈ നോവലിന് എന്തുകൊണ്ട്, ഈ കഥയ്ക്ക് എന്തുകൊണ്ട് കുമരൻ എന്ന് പേര് വന്നു, ഈ ഒരു പുറംചട്ടയ്ക്ക് എന്തുകൊണ്ട് അവർ കുമരൻ എന്ന് പേര് കൊടുത്തു എന്നാണെങ്കിൽ അതിനും കൂടെ നമുക്ക് പറയാം. കാരണം ഇതിലേറ്റവും വലിയ സ്റ്റോറി കുമരനാണ്. ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് കുമരൻ. ഒരു ഹൊറർ സ്റ്റോറിയാണ്. അത് നമുക്ക് ഇത് തമിഴ്നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. അത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആർക്കായാലും പേടിയെക്കാട്ടി കൂടുതൽ വിഷമമാണ് വരുന്നത്. ഈ കുമരൻ എന്ന് പറയുന്ന കുട്ടിയെ പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പേടിയെക്കാട്ടി കൂടുതലും വിഷമമാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു പുസ്തകത്തിൽ എനിക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയത് കുമരൻ എന്ന് പറയുന്ന ലാസ്റ്റ് കഥ വായിച്ചപ്പോഴാണ്. നമുക്കിതിൻ്റെ ബ്ലർബും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ഇതിൻ്റെ ബ്ലർബ്. ഇരുൾ കൊരുത്ത ഇടങ്ങളിൽ ഏകാന്തനായി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ തലോടിയ ആ തണുത്ത കാറ്റിന് പരേതരുടെ ഗന്ധവും ആത്മാക്കളുടെ മൂളലുമായിരുന്നു. എങ്കിൽ എന്തോ ഒന്ന് നിങ്ങളെ തേടി യാത്ര ആരംഭിച്ചിരിക്കുന്നു. അജ്ഞതകളിൽ ഉറപ്പൊട്ടിയ ഭയം പതിയെ പതിയെ നിങ്ങളുടെ അസ്ഥികളിലേക്ക് അരിച്ചു കയറി തുടങ്ങി. യുക്തി അയുക്തികളുടെ അവ്യക്ത പ്രളയത്തിൽ അത് പതിയെ പതിയെ തിടം വയ്ക്കുന്നു. ഭീതിയുടെ അനുസ്മരണ മണ്ഡലത്തെ വായനയുടെ വൈകാരിക അനുഭവമായി കൂട്ടിവിളിക്കുന്ന ഭീതികളുടെ ഈ സഞ്ചയം. കിരൺ ജെ പനേമൂട്ടാണ് ഇത് എഴുതിയേക്കുന്നത്. ഇതിൻ്റെ ഒരു ബ്ലർബ് അല്ലെ പുസ്തകത്തിൻ്റെ ഒരു പുറംചട്ടയാണ് ഇത്. നമുക്ക് പരേതർ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് വായിക്കാൻ, ത്രില്ലറുകൾ വായിക്കുന്ന ആൾക്കാർക്ക് ഇത് വായിക്കാൻ വളരെ താല്പര്യപ്പെടും. അതാണ് ഞാൻ ഇനിയിപ്പോൾ പരകായം എന്ന് പറയുന്ന പുസ്തകം വായിച്ചു. അത് ഏകദേശം ഒരു ക്രൈം ത്രില്ലറായിരുന്നു. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ സമ്മറി ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ കമൻറ്റുകൾ കൂടി രേഖപ്പെടുത്തുക. നിങ്ങൾ കുമരൻ വായിച്ചതാണോ? നിങ്ങളുടെ അനുഭവം എന്താണ്? നിങ്ങൾക്ക് ഈ കുമരൻ ഇഷ്ടപ്പെട്ടോ? അതോ മറ്റേതൊക്കെ ത്രില്ലർ നോവലുകളാണ് നിങ്ങൾക്ക് എനിക്കായി സജസ്റ്റ് ചെയ്യാനുള്ളത്?
അതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ. അപ്പം എല്ലാവർക്കും താങ്ക് യു.